ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു കാണുന്ന പോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്. ഒരു ഇൻഡെക്സിലും, അതായത് നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ, ഫിൻ നിഫ്റ്റി ഏതിലായാലും നമുക്കൊരു ട്രേഡിങ്ങിനുള്ളൊരു അവസരം കാണുന്നില്ല. കാരണം ഈ എക്സ്പയറി അടുത്തുകൊണ്ട് തന്നെ ആയിരിക്കാം. നമുക്കിനി ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഒന്ന് നോക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇതാണ് ഇന്നത്തെ ചാർട്ട്. ചാർട്ട് കാണുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ലാസ്റ്റ് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ അതേസമയം നമുക്ക് പ്രീമിയം ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രീമിയമാണ് ഇപ്പം. അതായത് 48,700 പുട്ട് ഓപ്ഷന് പോലും ഇപ്പോൾ 182 ലെവലിലാണ് ഇപ്പോൾ പ്രീമിയം ഉള്ളൂ. അതായത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. നമുക്കിവിടെ കാണാം ഈ ഒരു കുറച്ച് സമയമായിട്ട് ഒരു ചെറിയൊരു ഡൗൺ സൈഡാണ്. അതിൽ നിന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കി ഇനി കൂടുതൽ ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരും എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പം മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഒരു എക്സ്പയറി ഡേ അടുത്ത ദിവസമായത് കാരണം നമുക്ക് അങ്ങനെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം ഒരു ബൈ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ എന്തായാലും ഇന്ന് ബൈ ഓപ്ഷൻ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉപകാരപ്രദമാവുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം. മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൗൺ സൈഡിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇത് തിരിച്ച് കയറുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം മാർക്കറ്റ് ഒരു ടോട്ടലി കൺസോൾട്ടേഷൻ ഫേസിലാണ്. ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പ്രീമിയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് കാണാം. നേരത്തെ 180 എബോവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് തന്നെ ബിലോ 170 ആയി. അപ്പോൾ ഒരു ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മാർക്കറ്റ് നോക്കിയിരിക്കുക. നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ മാർക്കറ്റിൽ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് നല്ല ബെനിഫിറ്റാണ്. നമുക്ക് മാർക്കറ്റ് മുമ്പേ തന്നെ അവസരം ഉണ്ടായിരുന്നു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനൊക്കെ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനും പറ്റുമായിരുന്നു. ഇനിയിപ്പം ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ. അപ്പോൾ എന്തെങ്കിലും അവസരം വരുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് എന്തായാലും മാർക്കറ്റിലൊരു ഓപ്ഷൻ ബൈ ചെയ്യുന്നില്ല. പിന്നെ എന്നിട്ടും ഞാൻ ഈ മാർക്കറ്റ് നോക്കിയിരിക്കാനും ഇതിലെ അവസരങ്ങൾ, സെല്ലേഴ്സിൻ്റെ അവസരങ്ങളെക്കുറിച്ച് നോക്കാനൊക്കെ കാരണം നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ സെൽ ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയാൽ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെക്കുറിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ മാർക്കറ്റിനെക്കുറിച്ച് എന്നും പഠിക്കാൻ ശ്രമിക്കുക. കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ ഒരിക്കലും പഠിച്ചാൽ തീരുന്നതല്ല. ഓരോ ദിവസവും വ്യത്യസ്തമാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഓരോ മൂവ്മെൻറ്റും എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഉണ്ടായ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ പോലും നമുക്ക് ഓപ്ഷൻ പ്രീമിയത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വ്യത്യാസമാണ്. 180 എബോവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 150ക്ക് അടുത്തായി. അപ്പോൾ ഇതാണ് എക്സ്പയറിക്ക് അടുത്ത് ഓപ്ഷൻ സെൽ ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ്. പെട്ടെന്ന് തന്നെ പ്രീമിയം മെൽറ്റ് ആവും. അപ്പം അത് നല്ലൊരു അവസരമാണ്. അതിന് നമ്മൾ ഓപ്ഷൻ സെൽ ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ നോക്കിയിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും അവസരങ്ങൾ ഇനി വരുമോ എന്നുള്ളത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇന്നത്തെ മാർക്കറ്റ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് കൂടുതൽ അവസരങ്ങളൊന്നും തന്നെ പിന്നെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ചെറിയ ചെറിയ മൂവ്മെന്റുകൾ മാത്രമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷൻ സെല്ലേഴ്സിന് മാത്രമേ ഇന്ന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഓപ്ഷൻ ബയേഴ്സിന് ഒരു സാധ്യത ഇന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു, ഇന്നും ഇതുപോലെ തന്നെയായിരുന്നു. ഇനി നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, ശിവരാത്രി കാരണം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ രാവിലെ മുതൽ നോക്കിയിരുന്നാലും അവസരം കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അവസരം കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് മടുത്തിട്ട് ഏതെങ്കിലും ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് ലോസ് മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇനി ശിവരാത്രി അവധിക്ക് ശേഷമുള്ള മാർക്കറ്റിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.